ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തട്ടിക്കൊണ്ടുപോയെന്നോ? പിടിച്ചോണ്ട് പോയത് ആരാണെന്ന് നിനക്കറിയാമോ? ആ കുട്ടിയോട് ആർക്കെങ്കിലും ശത്രുതയും ദേഷ്യമുണ്ടോ? ശത്രുതയുണ്ട്. കോളേജിൽ പഠിച്ച സാഗർ എന്ന പയ്യൻ അവളോട് ദേഷ്യം വൈരാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു. കോളേജ് സമയത്ത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും പിണക്കം ഒക്കെ ഉണ്ടാവും എന്ന് കരുതി അതിനു വേണ്ടി കുറെ വർഷം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെ അല്ല അമ്മ, പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. സാഗർ ദേവി കൊല്ലുന്നു പറഞ്ഞ ഇപ്പോഴും നടക്കുന്ന അവര് ഭ്രാന്ത. പോരാത്തന്നെ സാഗർ മന്ത്രിയുടെ മകനും കൂടിയാ. അവനാണോ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് പേടിയുണ്ട്. അഞ്ജു, അറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ അങ്ങനെ ഒന്നും പറയാൻ നിക്കണ്ട. അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളായിരിക്കും. അല്ല ചെറിയമ്മ, അങ്ങനെ വിചാരിച്ചാ ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. നീ മിണ്ടരുത്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ വരണ്ട. നിങ്ങൾ ഇങ്ങനെ പരസ്പരം പഴിയാരി നിൽക്കേണ്ട സമയമല്ല ഇത്. എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കണം. അതെ, എന്നിട്ട് പോലീസ് വിവരം അറിയിക്കാൻ നോക്ക്. അപ്പൊ നമുക്കിപ്പോ പോലീസ് പറയാല്ലേ? അല്ല, നമ്മളായിട്ട് എടുത്തു ചാടി പറയണോ? കൊണ്ടുപോയിരിക്കുന്നതേ ഒരു പെൺകുട്ടിയാണ്. പോലീസും കേസൊക്കെ ആയാലേ ആ പെൺകുട്ടിയുടെ ഭാവി ഉണ്ടാകും. അങ്ങനെയല്ലമ്മേ, ഇത്തരം രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം കൂടുന്നത്. തനിക്ക് അതൊക്കെ പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലേ തൂങ്ങേണ്ടി വരുന്നത് ഞങ്ങളാ. കഷ്ടം. അതെ, ആ കൊച്ചിന്റെ വീട്ടുകാർ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, അത് മതി. കുട്ടാ, നീ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്. നിയമകാര്യങ്ങളെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറയുന്നേ. അമ്മ വിഷമിക്കണ്ടമ്മ, ഇക്കാര്യത്തിൽ എന്താണോ വേണ്ടത് ആ രീതിയിൽ ഞാൻ ചെയ്തോളാം. ആ, ഞാൻ എന്നാ ദേവികയുടെ വീട്ടിലേക്ക് വിളിക്കട്ടെ. വിളിക്കേ, എന്നിട്ട് സാവകാശം കാര്യങ്ങൾ പറ. അതെ, അതായിരിക്കും നല്ലത്. ആ ശരി. ആ മോളെ അഞ്ജു, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ദേവു ഇതുവരെ എത്തിയില്ലല്ലോ. അത് ആന്റി, ദേവു. എന്താ, അവള് പോന്നില്ലേ? ദേ അഞ്ജു, അവളുടെ അച്ഛൻ വലിയ ദേഷ്യത്തിലാ. ആന്റി, അങ്ങനെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ? ആ ശരി. ഏട്ടാ, അഞ്ജനയാ. ദേവു ഒന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. അത് പറയാനായിരിക്കും ചേട്ടന്റെ കൈ ഫോൺ തരാൻ പറഞ്ഞു. ഹലോ മോളെ. അങ്കിൾ. എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? ദേവിക എവിടെ? അത് അങ്കിൾ, ദേവിക. അങ്കിൾ, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ആ ശരി ശരി മോളെ. എന്താ എന്താ എന്ത് പറ്റി? എന്താ? പറയാം. ശരി മോളെ. നവദുർഗേ